ദിവസം തോറും നിരവധി ആളുകളാണ് കാടാമ്പ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ആ വരുന്ന ആളുകൾക്കൊക്കെ ഈ പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു തോന്നലുണ്ടാവാൻ ഈ ബ്ലോക്ക് സഹായിക്കും. തീർച്ചയായിട്ടും ഈ ട്രാഫിക് ബ്ലോക്ക് ജനങ്ങളുടെ യാത്ര യഥാർത്ഥത്തിൽ അത് തടസ്സപ്പെടുത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. കാടാമ്പുഴ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു അങ്ങാടിയാണ്, ഒരു ഇടുങ്ങിയ ഒരു അങ്ങാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്ക് തീർക്കാൻ കൃത്യമായിട്ടുള്ളൊരു പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ ഇത് വലിയൊരു പ്രയാസം തന്നെയാണ് ഇവിടെയുള്ള ആളുകൾക്ക് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഒരു സ്കൂളിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആ സ്കൂളിലെ രക്ഷിതാക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, കുട്ടികൾ വൈകിയാണ് സ്കൂളിലേക്ക് എത്തുന്നതെന്നാണ്. കാര്യം രാവിലെ ഒരു 9, ഒരു 8:30 മുതൽ ഒരു ഭയങ്കര ബ്ലോക്കിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സുകൾക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് സ്കൂളിലേക്ക് ഓടിയെത്താൻ കഴിയുന്നില്ല. കുട്ടികളെ സമയത്ത് ഓടിയെത്തിയിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഈ ബ്ലോക്ക് അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായും ടോൾ വെട്ടിച്ച് പോകാനുള്ളൊരു ഒരു സാഹചര്യമാണ് ഈ ബ്ലോക്കിന് കാരണമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത്തരത്തിൽ ടോൾ വെട്ടിച്ച് പോയത് കൊണ്ട് ആർക്കെങ്കിലും അല്ലെങ്കിൽ ഈ യാത്രക്കാർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത് വിഡ്ഢിത്താണ് ചെയ്യുന്നത്. അതിനൊരു സഹായിക്കുന്നൊരു കാര്യം, നിരവധി യൂട്യൂബർമാർ ടോൾ എങ്ങനെ വെട്ടിക്കാമെന്നതിനെക്കുറിച്ചുള്ള എന്താ പറയുക, നിരവധി വീഡിയോസാണ് പരീക്ഷണങ്ങൾ. അതെ, അവരുടെ റീച്ച് കിട്ടാൻ വേണ്ടി അവരിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ട് കേട്ടൊക്കെയാണ് ആളുകൾ ഇതിലൂടെ ഈ കഞ്ഞിപ്പുരയിൽ നിന്ന് ഈ റോഡിലേക്ക് കടക്കുന്നത്. യഥാർത്ഥത്തിൽ വളരെ മോശപ്പെട്ട റോഡാണത്. പിന്നെ മാത്രമല്ല, അത് ടോള് കഴിഞ്ഞ് വരുന്ന ഏതൊരാളും അയ്യോ അബദ്ധമായി, അവിടെ ഒരു 125 രൂപ കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് അരമണിക്കൂറൊക്കെ ഈ ബ്ലോക്കിൽ കിടക്കുമ്പോൾ തോന്നുക. മാത്രമല്ല, ഒരു വലിയ ബസ്സുകൾക്ക്, വലിയ കാറുകൾക്കൊക്കെ തിരിയാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അത്ര ഇടുങ്ങിയ റോഡാണ്. ആളുകൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സമയനഷ്ടം വേറെ, ധനനഷ്ടം വേറെ. ഡീസൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഡീസലിനും പെട്രോളിനൊക്കെ 100, 120, 110 രൂപയാണ് വില. തീർച്ചയായിട്ടും 1-2 ലിറ്റർ ഡീസലിനും പെട്രോളിനൊക്കെ അഡീഷണൽ ചിലവാകുന്നത്. അവിടെ ഒരു 125 രൂപ കൊടുത്താൽ സുഖസുന്ദരമായിട്ട് അവർക്ക് സമയത്ത്, ഒരു പക്ഷേ ഈ കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരാൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ കാടാമ്പുഴ റൗണ്ട് ചെയ്ത് വെട്ടിച്ചെറുത്തുമ്പോഴേക്കും അതിലൂടെ പോവുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കോഴിക്കോട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആളുകൾ എന്ത് ടോൾ എന്ന് പറയുന്നത് ഇപ്പോൾ 5 രൂപയാണെങ്കിൽ കൊടുക്കേണ്ട എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇതിലേക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ടോൾ ബൂത്ത് അല്ലെങ്കിൽ കഞ്ഞിപ്പുര ഭാഗത്ത് ഹെവി വാഹനങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന ഒരു ബോർഡ് പഞ്ചായത്തും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അതുപോലെ പോലീസും എല്ലാം കൂടി ചേർന്ന് അവിടെ വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ വാഹനങ്ങൾ ഇങ്ങോട്ട് കടക്കുന്നത് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കാര്യത്തിൽ വ്യാപാരികൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത്, MLA, ഓട്ടോ തൊഴിലാളികൾ, ദേവസ്വം അടക്കമുള്ള എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് കൂടി ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. ബൈപ്പാസ് എന്നുള്ളത് ഇവിടെ പ്രായോഗികമാണ്. അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും, അതിന് വേണ്ടതായിട്ടുള്ള ഫണ്ട് കണ്ടെത്തേണ്ടി വരും, സർക്കാരിലേക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ചെയ്താലാണല്ലോ പരിഹാരം ഉണ്ടാവുള്ളൂ. ഒന്നും ചെയ്യാതെ അത് ചെയ്താൽ പ്രശ്നം, ഇത് ചെയ്താൽ പ്രശ്നം, അത് നടക്കില്ല എന്നുള്ള മുൻവിധിയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ ഒന്നിനും പരിഹാരം ഉണ്ടാവില്ല. എല്ലാവരും സധൈര്യം ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് വേണം, അതിനുള്ള ശ്രമങ്ങൾ വേണം, അതിനുള്ള മനസ്സുണ്ടാവണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.